നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ മികവോടെ, അതുപോലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്ത് ധീരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പരമശിവന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമ്മളൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്ന ത്രിമൂർത്തികളിലെ സംഹാരമൂർത്തിയാണ് ഭഗവാൻ പരമശിവൻ. അപ്പോൾ ആ ഒരു പരമശിവന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാ സമയവും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ പരമശിവൻ എല്ലാ സമയങ്ങളിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ആ ഒരു ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾക്ക് ഇഷ്ടം, അല്ലേ? പക്ഷേ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ദുഃഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയുന്നത് എന്താ? എൻ്റെ സങ്കടങ്ങൾ ഭഗവാൻ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്, എന്താണെന്നറിയത്തില്ല, എൻ്റെ പ്രാർത്ഥനകളൊന്നും ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പരാതി പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾക്ക് ആ കാര്യങ്ങൾ തരുന്നില്ല എങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മുന്നേറ്റമൊന്നും സംഭവിക്കുകയില്ല. അത് നമുക്ക് ദോഷമായിട്ടായിരിക്കും വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്കത് നൽകാത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഭഗവാനോട് നമുക്ക് പരാതി പറയാൻ തോന്നിയല്ല അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യം. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇന്നത് നടന്നാലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മുടെ എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള ജീവിതവും അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ആ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമുക്കിപ്പോൾ തരുന്ന ആ ഒരു കാര്യം ബാധ്യതയായി തീർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സങ്കടങ്ങളൊക്കെ ഇപ്പോഴേ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് തരാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആ ശിവഭഗവാന്റെ ഭക്തർക്ക് മനഃശക്തിയും ശാന്തിയും ആത്മീയമായിട്ടുള്ള ഉണർവും ജ്ഞാനവും ഒക്കെ ഭഗവാനെ വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ജീവിതം കൂടുതൽ മികവോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ധ്യാന രൂപത്തിൽ ശാന്തസ്വരൂപനായിട്ട് നിലകൊള്ളുന്ന ആ ശിവരൂപം എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനും ആത്മശാന്തിയും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ബാലൻസ് നേടാനും ഒക്കെ ഭക്തരെ സഹായിക്കുന്ന ഒരു ചൈതന്യമാണ് ശിവഭഗവാനിൽ ഉള്ളത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടോ? സംശയിക്കേണ്ട, എല്ലാ സമയങ്ങളിലും ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതൊരു ചോദ്യമല്ലേ. എങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട് എന്ന് അറിയുന്നത്? പല സമയങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ സമയത്ത് നമ്മൾ അതൊന്ന് ചിന്തിച്ച് ആ ഭഗവാനോടൊന്ന് നന്ദി പറയുകയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി ഭഗവാൻ എന്ത് സന്തോഷമായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഭഗവാനാണ് നമ്മളെ കൈ പിടിച്ചുയർത്തി എന്ന് നമ്മൾ പല സമയങ്ങളിലും മറന്നു പോകാറുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്നല്ല, പക്ഷേ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾക്ക് അങ്ങനെയുള്ള ചിന്തകളൊക്കെ പെട്ടെന്ന് വരത്തില്ല. നമ്മൾ സന്തോഷമുള്ള സമയങ്ങളിൽ ഭഗവാനെ വിളിക്കുമായിരിക്കാം, പക്ഷെ സങ്കടം വരുമ്പോൾ വിളിക്കുന്ന അത്രയും ശക്തിയോടുകൂടി വിളിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കൂ, ഭഗവാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ അങ്ങനെയുള്ളപ്പോൾ. ഏതെല്ലാം സമയങ്ങളിലാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. ശിവഭഗവാനുമായിട്ടുള്ള ചിഹ്നങ്ങൾ. അപ്പോൾ ശിവഭഗവാന്റെ ചിഹ്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാലോ, തൃശൂലം, ഓം എന്ന ചിഹ്നം, അതേപോലെ തന്നെ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു വിഗ്രഹം, ഭഗവാന്റെ ആ ഒരു നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സങ്കല്പം ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ അത് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് മിന്നി മറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്നത് ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു ചിത്രങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, അറിയാതെ തന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോവുകയാണ്. നമ്മൾ നടക്കുന്ന വഴിയിൽ, നമ്മൾ കയറുന്ന കടയിൽ, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയിലൊക്കെ നമ്മൾ കൂടുതലും ഈ ഭഗവാന്റെ ആ ഒരു ചിഹ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുമായിരിക്കും ഇതെന്നെ പോലും ചിലപ്പോൾ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ തോന്നുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളത് എപ്പോഴും നിങ്ങൾക്കത് മനസ്സിലേക്ക് ആ ചിന്ത വരുന്നത്.
ആ ഒരു ഭഗവാന്റെ ആ തൃശ്ശൂലും അല്ലെങ്കിൽ ആ ഓം എന്ന ചിഹ്നവും അല്ലെ ഭഗവാന്റെ ആ രൂപമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇതെന്നെ പോലും ഞാനിനി അമ്പലത്തിൽ പോകാത്തതുകൊണ്ടാണോ ഭഗവാൻ എന്നെ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് കുറഞ്ഞു പോയിട്ടാണോ, എന്നെ പേടിപ്പിക്കാനാണോ ഭഗവാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ട്. എപ്പോഴും നമുക്ക് ഭഗവാന് നമ്മളെയും കണ്ടുകൊണ്ടിരിക്കണം, നമുക്ക് ഭഗവാനെയും കാണണം. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ആ ഒരു ഫോട്ടോയിലൂടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണത്തിലല്ലാതെ ആ ഒരു മനസ്സ് ആ ഒരു ഭഗവാനെ തേടി ചെല്ലുന്നത്. അപ്പോഴൊക്കെ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സാക്ഷാൽ പരമശിവൻ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ പല രീതിയിലുള്ള ഇടപെടലിലും ആ ഒരു ഭഗവാനും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ ശിവഭഗവാനെ സ്വപ്നം കാണുക. അപ്പോൾ അത് രാത്രിയിലോ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തോ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, അയ്യോ ഭഗവാന് ഞാൻ സ്വപ്നം കണ്ടു, അമ്പലത്തിൽ പോകാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല ഇന്ന് ഞാൻ ഭഗവാനെ സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഭഗവാൻ എന്തെങ്കിലും നേർച്ച കൊടുക്കാനുണ്ടോ എന്നറിയത്തില്ല അതുകൊണ്ടാണോ സ്വപ്നം കണ്ടതെന്നറിയില്ല, അല്ലെങ്കിൽ ഭഗവാനെ സ്വപ്നം കാണുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഭഗവാനെ ഞാൻ സ്വപ്നം കണ്ടത്, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ അടിക്കടി നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ട് എന്ന് വേണം ചിന്തിക്കാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിട്ട് ശരിയായിട്ടുള്ള ആ ഒരു നന്മയിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് അപ്പോൾ പരമേശ്വരൻ എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ സമയം പോകാനും ശിവഭഗവാന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്താനും ഒക്കെ ശ്രദ്ധിക്കണം. അത് ഭഗവാനെ പേടിച്ചുകൊണ്ടായിരിക്കരുത്, സ്നേഹിച്ചുകൊണ്ടായിരിക്കണം. ഭഗവാന് നമ്മളെ എന്തെങ്കിലും ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാനോ ഒന്നുമല്ല സ്വപ്നത്തിൽ വരുന്നത്. ആ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ഉണ്ട് വഴികാട്ടിയായിട്ട് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് വേണം ഈ ഒരു വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും വഴിപാട് കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും പരമശിവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഭഗവാനെ നമ്മൾ കാണാൻ പോവുകയും കൂടുതൽ നമ്മൾ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അതേപോലെ തന്നെ എത്ര വലിയ കഠിനമായ പരീക്ഷണങ്ങളിലും ശാന്തത കൈവിടാത്ത സ്വഭാവം ശിവഭഗവാന്റെ കടാക്ഷത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. ആ ഒരു ദേഷ്യമൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ആ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഭിഷേകം നടത്താനായിട്ട് പറയും. അതായത് ഇളനീർ അഭിഷേകം നടത്തുക, അങ്ങനെയുള്ള അഭിഷേകങ്ങളൊക്കെ ഈ ഒരു ശിവഭഗവാന് നടത്തുകയാണെങ്കിൽ അവരുടെ ശിരസ് തണുക്കുമെന്നാണ് പറയുന്നത്. കാരണം അവരുടെ ചൂട് കുറയും, അവരുടെ ശരീരത്തിലെ താപം കുറയും. താപം കുറയുമ്പോൾ അവരുടെ ദേഷ്യ സ്വഭാവം ഇല്ലാതെയാകും. അപ്പം അങ്ങനെ നമ്മൾ ശിവഭഗവാന്റെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം നമ്മളിൽ എല്ലാ സമയങ്ങളിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചൈതന്യം, നമുക്ക് ആ ഒരു ശാന്ത സ്വഭാവം ഒക്കെ നമ്മളിൽ വന്നു ചേരും. അത് എത്ര ദേഷ്യമുള്ള ആളുകളാണെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഭഗവാനെ നമ്മൾ ഭജിച്ചാൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഏകാഗ്രതയോടുകൂടി നിലകൊള്ളാനും ഉള്ളിൽ സമാധാനവും ശാന്തിയും നേടാനും സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഭഗവാന്റെ അനുഗ്രഹവും സാന്നിധ്യവും ആണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ശിവഭക്തരായിട്ടുള്ള ആളുകളാണെങ്കിൽ, നിങ്ങളൊരു ദേഷ്യക്കാരായിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വഴികാട്ടിയായിട്ട് ഉണ്ട് എന്ന് തന്നെ വേണം നിങ്ങൾ വിശ്വസിക്കാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ദേഷ്യ സ്വഭാവമൊക്കെയുള്ള ആളുകൾ ആരോടും ശോഭിക്കാതെ അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ ജീവിതം നയിക്കാനൊക്കെ ആഗ്രഹിച്ചു തുടങ്ങും. ഇങ്ങനെ ദേഷ്യമുള്ള ആളുകൾ ഈ ഒരു ശിവഭക്തിയിൽ ശാന്തരാകുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സ് ഭയങ്കര ശുദ്ധവും ഭയങ്കര സ്നേഹവും ഒക്കെ ആയിരിക്കും. അവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ചൈതന്യം വന്നു തുടങ്ങും. അത്ര ശ്രേഷ്ഠതയാണ് നമ്മൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് വന്നു നിറയുക എന്നുള്ളത്.
അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ശിവഭക്തിയിലുള്ള ആളുകൾ എന്ത് പ്രതിസന്ധിയിലും നമുക്കത് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് നമ്മൾ രക്ഷപ്പെടും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ നമുക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ പെട്ടുപോവുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്കിനി മുന്നോട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നിയാലും നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പോറൽ പോലും ഏൽക്കാതെ നമുക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അങ്ങനെ ശിവഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമുക്കതിന് സാധിക്കുകയുള്ളൂ. ആ ഒരു പരമശിവന്റെ ആ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടെങ്കിൽ ഒരു ആപത്തും അപകടങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയില്ല. ആ ഭഗവാനോടുള്ള അകമഴിഞ്ഞ ആ ഒരു ഭക്തിയും ആത്മസമർപ്പണവുമാണ് ഇവിടെ നമുക്ക് രക്ഷയാകുന്നത് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു അദൃശ്യമായ ശക്തിയുടെ ഒരു സംരക്ഷണം നമ്മൾക്ക് എല്ലാ സമയങ്ങളിലും അനുഭവപ്പെടും. അപ്പം നമ്മൾ അങ്ങനെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് നമുക്ക് ബ്ലാങ്ക് ആയി പോകും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉള്ളിലിരുന്ന് നിങ്ങൾ ഇന്നത് ചെയ്യൂ, ഇന്നടത്തേക്ക് പോകൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നൊക്കെ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മളോട് ആരോ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അങ്ങ് ബ്ലാങ്ക് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മളങ്ങ് മുന്നോട്ട് അങ്ങ് ചലിക്കും. എന്തോ ഒരു ഉൾപ്രേരണയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകും. അതൊക്കെ നമുക്ക് ഭഗവാൻ തോന്നിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് ബ്ലാങ്ക് ആയി പോകുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. നമ്മൾ തോറ്റു പോകാതിരിക്കാനായിട്ട്, നമ്മൾ ആ പ്രതിസന്ധികളിൽ നിന്ന് വിജയം കൈവരിക്കാനൊക്കെ ആയിട്ട് ഭഗവാൻ ചെയ്തു തരുന്ന സഹായമാണ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശിവസാന്നിധ്യം ഉണ്ടെന്നുള്ള തെളിവുകളാണ്. ഇതിനേക്കാളൊക്കെ വലിയ എന്ത് തെളിവുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് ഭഗവാന്റെ സ്വപ്നം കാണാൻ പറ്റുക, ഭഗവാന്റെ ആ ഒരു തൃശ്ശൂലവും ഓമും ഒക്കെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുക, നമുക്ക് ഇടയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്താൻ പറ്റുക. അതുപോലെ തന്നെ നമുക്കൊരാപത്തും വരുത്താതെ ആ കൈകളിൽ നമ്മൾ സുരക്ഷിതരായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി എന്ന് വേണം പറയാനായിട്ട്, അല്ലേ? എന്നാലും നമ്മൾ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഭഗവാനെ നന്ദി എന്ന് പറയാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോവാറുണ്ട്. ഇനി അങ്ങനെ മറന്നു പോകരുത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ രക്ഷപ്പെട്ട സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ ഒരു തരണം ചെയ്ത സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ വിളിക്കുക തന്നെ വേണം. ഭഗവാനെ വിളിച്ച് നമ്മൾ ആ നന്ദി പറയണം അദ്ദേഹത്തോട്. അദ്ദേഹമാണ് നമ്മളെ രക്ഷിച്ചത്, വേറെ ആരുമല്ല നമ്മളെ രക്ഷിച്ചത് എന്ന് തന്നെ വിശ്വസിക്കുക. അങ്ങനെ ശിവഭക്തരായിട്ടുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു നന്മയും അനുഗ്രഹവും എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അതനുസരിച്ചിട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ഇനിയും ആ ഒരു ഭക്തരാണെങ്കിൽ അദ്ദേഹത്തോട് അടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ കൂടുതൽ ജപിക്കുക, അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുക, അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഭസ്മവും ചന്ദനവും ഒക്കെ നിങ്ങൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നെറ്റിയിലൊക്കെ അണിയാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭഗവാനോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെ കൂട്ടത്തിലും ഭഗവാൻ എല്ലാ സമയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമയങ്ങളിലും നന്മ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.